നമസ്കാരം. താരസംഘടനയുടെ വാർത്ത തന്നെയാണ്. വിവാദമായ മെമ്മറി കാർഡ് വിഷയത്തിൽ ഇന്നലെ മൂന്നാം ദിവസവും തെളിവെടുപ്പ് തുടങ്ങി. തെളിവെടുപ്പിൽ ഇന്നലെ ഒരാൾ മാത്രമാണ് പങ്കെടുത്തത്. പൊന്നമ്മ ബാബുവാണ് ഇന്നലത്തെ തെളിവെടുപ്പിനുണ്ടായിരുന്നത്. ഇപ്പം നിലവിൽ തെളിവെടുപ്പിൽ ബീന ആൻ്റണിയും ലിസി ജോസും ആദ്യ ദിവസം നൽകി. രണ്ടാം ദിവസം മഞ്ജു പിള്ളയും തസ്നീഖാനും നൽകി. അതോടൊപ്പം തന്നെ അന്ന് തന്നെ ഷംന കാസിം വീഡിയോ കോളിൽ മൊഴി നൽകിയെന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. പിന്നെ പൊന്നമ്മ ബാബു ഇതുമായി ബന്ധപ്പെട്ട് ജനറൽ സെക്രട്ടറി ഇടവേള ബാബുവിൻ്റെ മൊഴിയെടുത്തു, പ്രസിഡൻ്റെ മൊഴിയെടുത്തു എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. എന്തായാലും ഇന്നും മൊഴിയെടുക്കൽ ഉണ്ട്. ഇന്നും കൂടെയാണ് മൊഴിയെടുക്കൽ ഡേറ്റ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം ലക്ഷ്മിപ്രിയ മൊഴിയെടുക്കാൻ വന്നെങ്കിലും നേരത്തെ അനുമതി വാങ്ങാത്ത സാഹചര്യത്തിൽ മൊഴിയെടുക്കാൻ അനുമതി കൊടുത്തില്ല. ലക്ഷ്മിപ്രിയ അടുത്ത ദിവസം മൊഴിയെടുപ്പിന് വേണ്ടി വരും. അതോടൊപ്പം തന്നെ ഇനി നമ്മുടെ അറിവിൽ ഉള്ള ആളുകൾ ഉഷ തെളിവെടുപ്പിന് വേണ്ടി പോകണം. ഉഷ ഇതുവരെ നൽകിയിട്ടില്ല. പ്രിയങ്ക നൽകിയിട്ടില്ല. സീനത്ത് നൽകിയിട്ടില്ല. പിന്നെയും 2 പേരുണ്ട് എന്നാണ് എൻ്റെ കണക്ക് പറയാൻ. 2 പേരും കൂടെ ഉണ്ട്. ഇപ്പം നിലവിൽ 7 പേരോളമാണ് മൊഴി നൽകിയിരിക്കുന്നത്. 7 പേര് മൊഴി നൽകിയിട്ടുണ്ട്. എന്തായാലും ഇവരെല്ലാം മെമ്മറി കാർഡ് ഷൂട്ടിംഗ് നടന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. ചില ആളുകൾ ഓർമ്മക്കുറവ് എന്തോ പറഞ്ഞു എന്നും കിട്ടുന്നു. ഓർമ്മക്കുറവുണ്ട്, അങ്ങനെ ഷൂട്ട് നടന്നോ എന്ന് അവർക്കൊക്കെ എന്തോ അസുഖം ബാധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഓർമ്മക്കുറവും പറഞ്ഞവരുണ്ട് എന്നാണ് എനിക്ക് കിട്ടുന്ന റിപ്പോർട്ട്. നല്ല രീതിയിൽ തന്നെയാണ് മൊഴിയെടുക്കൽ നടക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഈ മൊഴിയെടുക്കൽ കമ്മിറ്റിയിലുള്ള 5 പേരിലും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ദേവനുണ്ട്, ജോയി മാത്യു ഉണ്ട്, ഇപ്പോഴത്തെ പ്രസിഡൻ്റായ ശ്വേതാമേനുണ്ട്, മുതിർന്ന അംഗമായ ശ്രീലത നമ്പൂതിരിയുണ്ട്, അതുപോലെ തന്നെ അഭിഭാഷക ശ്രീലത പരമേശ്വരൻ, ഹൈക്കോടതി അഭിഭാഷകയുണ്ട്. ഇവരാണ് തെളിവെടുപ്പ് നടക്കുന്നത്. അതിൽ അഭിഭാഷകയാണ് കൂടുതൽ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അഭിഭാഷകയ്ക്കാണ് ഇതിൻ്റെ ഒരു ഗൗരവം എത്രമാത്രം ഉണ്ട് എന്ന് മനസ്സിലാവുന്നത്. മറ്റുള്ളവരും ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം റെക്കോർഡ് ചെയ്ത് വെക്കുന്നുമുണ്ട്. എന്നുവെച്ചാൽ ഇതെല്ലാം എഴുതി അന്നന്ന് റിപ്പോർട്ട് തയ്യാറാക്കണം. അതുകൊണ്ട് ഓഡിയോ റെക്കോർഡിങ്ങോടുകൂടിയാണ് മുന്നോട്ട് പോകുന്നത്. വീഡിയോ റെക്കോർഡിംഗ് ഉണ്ടോ എന്ന് എനിക്കറിയാം. ഓഡിയോ റെക്കോർഡിംഗ് എന്തായാലും ചെയ്യാം. കാരണം അപ്പോൾ പറയുന്നത് നോട്ട് ചെയ്ത് വയ്ക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. പിന്നീട് അത് റിപ്പോർട്ടാക്കണം. ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും പിന്നീടുള്ള കാര്യങ്ങൾ തീരുമാനിക്കുക. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, മെമ്മറി കാർഡ് വിഷയം, മെമ്മറി കാർഡ് ആരുടെ കൈവശമാണ് എന്ന് കണ്ടെത്തേണ്ട ഒരു ബാധ്യത ഈ കമ്മിറ്റിക്കുണ്ട്. അതിൽ ഈ ജോയി മാത്യു ഉൾപ്പെടെയുള്ളവർ, മുതിർന്ന ഒരംഗം കൂടിയാണ് ദേവനും ജോയി മാത്യു ഉൾപ്പെടെ, അവരൊക്കെ ഇതിൽ മുൻകൈ എടുക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അത് വെറുതെ ഒരു തമാശയാക്കി ഇവർ കളയാൻ സാധ്യതയില്ല. പിന്നീട് മരിച്ചുപോയ ലളിത ചേച്ചിയുടെ കയ്യിലാണ് എന്ന് പറഞ്ഞവരും ഉണ്ട്. അതെങ്ങനെയാണ് പറഞ്ഞതല്ല, മരിച്ചുപോയ ഒരാളുടെ പേരിലേക്ക് കൊണ്ട് എത്തിച്ച് ഇത് അവസാനിപ്പിക്കാൻ ഒരു സാധ്യത നമ്മൾ തള്ളിക്കളയുന്നില്ല. എന്തായാലും കുക്കു പരമേശ്വരനാണ് ഇതിൻ്റെ പ്രതിസ്ഥാനത്തുള്ളത്. കുക്കു പരമേശ്വരനാണ് ഈ മെമ്മറി കാർഡ് കൊണ്ടുപോയെന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വിഷയമുണ്ടാകുമ്പോൾ വാർത്താ സമ്മേളനത്തിൽ ഈ അംഗങ്ങൾ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ജനറൽ സെക്രട്ടറിയാണ് നിലവിൽ കുക്കു പരമേശ്വരൻ. അപ്പം അതും ഒരു അന്വേഷണം. മെമ്മറി കാർഡ് എവിടെയാണ് എന്ന് കണ്ടെത്തണമെന്ന് മാത്രമാണ് ഇവരുടെ ആവശ്യം. അത് ഷൂട്ട് ചെയ്ത നിയമവിരുദ്ധമാണ് എന്ന് ഇവർ പറയുന്നുണ്ട്. അതങ്ങനെ ഷൂട്ട് ചെയ്യാൻ പാടില്ലാത്തതാണ്. പല ആളുകളിലും സ്വകാര്യത പ്രശ്നങ്ങളാണ്. അത് പിന്നീട് ഇലക്ഷൻ സമയത്ത് ചില അംഗങ്ങളെ അറിയിക്കുകയും ചെയ്തു, നിങ്ങൾ മത്സരിക്കരുത്, നിങ്ങളുടെ പേര് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അത് വീണ്ടും അത് വിവാദമാവുമെന്ന് പറഞ്ഞ് മത്സരത്തിന് വന്നവരെ പേരെ ഒഴിവാക്കി വിടുന്നൊരു സാഹചര്യം. അത് വന്നപ്പോഴാണ് ഇവരെല്ലാം ഭയപ്പെട്ടത്. ഇനി നമ്മൾ പറഞ്ഞ പേരുകൾ ഇവർ പറയുമോ എന്നൊരു ഭയപ്പാടുണ്ടായതോടുകൂടിയാണ് ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് പോയത്. എന്തായാലും ഇന്നും തെളിവെടുപ്പുണ്ട്. ആ തെളിവെടുപ്പിൽ ഇന്ന് ആരൊക്കെയാണ് വരുന്നതെന്ന് നമുക്ക് അറിയില്ല. നിലവിൽ ഓൺലൈനായിട്ട് മൊഴി നൽകുന്നതിന് തടസ്സമൊന്നുമില്ല, അതിനും സമയമെടുക്കണം. എന്നാൽ അംഗങ്ങൾ ഓൺലൈനിൽ കൂടുതൽ ഇപ്പം വന്ന് മൊഴി കൊടുക്കാൻ ഒരു സാഹചര്യമാണ് ഞാൻ കാണുന്നത്. നമുക്ക് കാത്തിരുന്ന് കാണാം. മെമ്മറി കാർഡ് വിഷയത്തിൽ തെളിവെടുപ്പ് നാളെ അവസാനിപ്പിക്കും. അതിനുശേഷം ഇനി ആർക്കും വരാൻ ഷൂട്ടിംഗ് തടസ്സമൊക്കെ ഉണ്ടെങ്കിൽ അവർ പറയുന്ന ഒരു ഡേറ്റും ഈ അഭിഭാഷക ഉൾപ്പെടെ ഉള്ളവർക്കുള്ള ഡേറ്റും കൺഫേം ചെയ്തിട്ട് ആ ഡേറ്റിൽ മൊഴിയെടുക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. മെമ്മറി കാർഡ് വിഷയം വലിയ ക്രിമിനൽ കുറ്റത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. അങ്ങനെ ഒരു ഷൂട്ട് ചെയ്ത് ആ കാർഡ് ഒളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ക്രിമിനൽ കുറ്റമാണ്. അത് വെച്ച് പിന്നീട് വിലപേശുന്ന നിലയിലേക്ക് പോയി. ആ സമയത്ത് ഇലക്ഷൻ സമയത്ത് മറ്റൊരു നടി വന്ന് മെമ്മറി കാർഡ് അങ്ങനെ ഷൂട്ട് ചെയ്തിട്ടേ ഇല്ല എന്ന് പറഞ്ഞതാണ് ഏറ്റവും വിവാദമായ. അന്ന് കമ്മിറ്റി പോലും ഇല്ലാത്തൊരു നടി വന്നിട്ട് എല്ലാ ചർച്ചകളിലും വന്നിരുന്നു പറഞ്ഞു, അങ്ങനെ ഒരു മെമ്മറി കാർഡ് ഷൂട്ട് ചെയ്തിട്ടില്ല, വെറുതെ പറയുന്നതാണ്, ഹൈദരലി ഉൾപ്പെടെയുള്ളവർ വെറുതെ പറയുന്നതാണെന്ന് പറഞ്ഞു. പക്ഷേ അതുണ്ട് എന്ന് സത്യം തെളിയിക്കാൻ കഴിഞ്ഞതിൽ എനിക്കും സന്തോഷമുണ്ട്. അന്നത്തെ മനോരമ പത്രത്തിൻ്റെ പ്രിൻറ്റിംഗ് ഉൾപ്പെടെ ഞാൻ പുറത്തു വിട്ടായിരുന്നു.
ആ നടി എവിടെയാണ്, എന്താണ് ഇപ്പോൾ ഒന്നും മിണ്ടാത്തതെന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. കാത്തിരുന്ന് കാണാം മെമ്മറി കാർഡിൽ നീതി ലഭിക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഹോം അപ്ലയൻസ് വാങ്ങാൻ ഒരിടത്ത്, ക്രോക്കറി വാങ്ങാൻ വേറൊരിടത്ത്, ഗാഡ്ജറ്റ്സ് വാങ്ങാൻ വേറെ എവിടെയോ ഒരിടത്ത്. അതെ, എന്തിനെങ്ങനെ പലയിടത്ത് ഓടണം? മൈജി ഫ്യൂച്ചർ ഉണ്ടല്ലോ. മൊബൈൽ ഫോൺ മുതൽ ഹോം അപ്ലയൻസസ് വരെ എല്ലാം ഒരിടത്ത്, ഏറ്റവും കുറഞ്ഞ EMI. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ വില. ആഹാ, എന്നാ ഏറ്റവും കൂടുതൽ ഓഫറുകൾ. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. മൈജി ആണ് ഫ്യൂച്ചർ.